ഫോൺ പേയുടെ പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഫോൺ പേ ഓപ്പൺ ചെയ്തിട്ട് ഇടത് സൈഡിലെ മുകളിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവുമല്ലോ, അതൊന്ന് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ താഴോട്ട് സ്ക്രോൾ ചെയ്യണം. കുറച്ചധികം സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെറ്റപ്പ് പാസ്വേഡ് എന്നാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റിങ്സിൽ പണിയുന്നതെങ്കിൽ സെറ്റപ്പ് പാസ്വേഡ് എന്നായിരിക്കും കാണുക. സെറ്റപ്പ് പാസ്വേഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു OTP വരും. ആ OTP ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ആയിക്കോളും. ഗൂഗിൾ പേ പോലെ ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ആവാതിരിക്കുകയല്ല. അത് കഴിഞ്ഞിട്ട് സെറ്റ് ന്യൂ 4 ഡിജിറ്റ് പാസ്വേഡ് എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പാസ്വേഡ് അടിച്ചു കൊടുത്തപ്പോൾ വീണ്ടും ഇതേ സ്ക്രീനിലോട്ട് തന്നെ തിരിച്ചു വന്നു. ഇപ്പൊ സെറ്റപ്പ് പാസ്വേഡ് എന്നുള്ളത് മാറിയിട്ട് ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്നൊരു ഓപ്ഷനാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും ഈ ചേഞ്ച് പാസ്വേഡ് സെലക്ട് ചെയ്തു. എന്നിട്ട് അപ്പൊ ഇതുപോലത്തെ ഒരു ഓപ്ഷനാണ് വരിക. അപ്പൊ ഇവിടെ നമ്മുടെ പഴയ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. പഴയ പാസ്വേഡ്, അതായത് നമ്മൾ ഇതിനു മുമ്പ് ചേഞ്ച് ചെയ്യേണ്ട പാസ്വേഡ് ഏതാണോ അതിവിടെ എൻ്റർ ചെയ്യണം. അങ്ങനെ ഞാനത് എൻ്റർ ചെയ്തപ്പോൾ പുതിയ പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ വന്നു. അപ്പോൾ നമ്മളിവിടെ പുതിയ പാസ്വേഡ് അടിച്ചു കൊടുത്തു. കൺഫേം എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ പേ റീസ്റ്റാർട്ട് ആവും. അതിനുള്ള പെർമിഷനാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കൺഫേം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഫോൺ പേ വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. പ്രൊസീഡ് ടു ലോഗിൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലോഗിൻ ആസ് എന്നിട്ട് നമ്മുടെ പുതിയ പാസ്വേഡ് നമ്മൾ നേരത്തെ അടിച്ചു കൊടുത്തില്ല, ആ പുതിയ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യുമ്പോൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പാസ്വേഡിൽ നമുക്ക് ഫോൺ പേ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ.